എന്താ എന്താ ഹായ് പറ. ഹായ് ഹായ് ഹായ്. എങ്ങനെ ഹായ് പറയാ കുഞ്ഞ്? ഹായ്. ഇന്ന് രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. രാത്രിയിലാണെങ്കിൽ ഇത്തിരി പോലും ഉറക്കമില്ല, വീട്ടിൽ പോയിട്ട് വന്നിട്ട്. ഫുഡ് കഴിക്കത്തില്ല. 2 ദിവസമായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടില്ല വീട്ടിൽ പോയിട്ട്. അപ്പം ഇവിടെ വന്നിട്ട് അതൊക്കെ തന്നെ. പിന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ നിന്ന് കരച്ചിലായിരുന്നു. കുഞ്ഞിൻ്റെ കയ്യിലും പോകാതെ കരച്ചിലായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തായാലും കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ പോകുന്നുണ്ട്. ആളവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. മറ്റേത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പാല് മാത്രമായിരുന്നു ശരണം ബുദ്ധിമുട്ടനെ. ഫുഡിനകത്ത് എന്താ കുഞ്ഞ്? ഫുഡൊക്കെ കഴിക്കുമായിരുന്നല്ലോ, ഗുഡ് ഗേൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ചവിട്ടി അങ്ങ് കയറും മുകളിലോട്ട്. അയ്യടെ കള്ള പൊട്ട് കണ്ട അപ്പകത്തോണ്ടി എടുത്ത് വായിലിട്ട് അങ്ങ് തിന്നണം. ഒരു പൊട്ടിടാൻ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് ജോലിയൊക്കെ ചെയ്യാം. നമുക്ക് പോയാലോ? ഇഷ്ടം പോലെ ജോലിയുണ്ടെന്ന്. അപ്പം നമുക്ക് പതിയെ അങ്ങ് തുടങ്ങാം. ഇന്നെനിക്ക് ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. എനിക്ക് ചെയ്ത് തീർക്കാനും ചെയ്ത് വെച്ചിട്ട് പോകാനും ഒക്കെ കുറേ ജോലിയുണ്ട്. എവിടെ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. കുഞ്ഞൻ വരുന്നില്ല. അപ്പോൾ കുഞ്ഞിന് 2-3 ദിവസത്തേക്ക് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനായാന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ. അങ്ങനെ ഇഡ്ഡലി തട്ടിലോട്ട് മാവ് ഒഴിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഋതുവിനും അതിൽ തന്നെ ആട്ടോ ഞാൻ ഇഡ്ഡലി വെച്ചേക്കുന്നത്. അവൾക്ക് ഉപ്പൊന്നും ഇടാതെ നെയ്യ് തൂത്തിട്ടാണ്, എണ്ണയല്ല നെയ്യ് തൂത്തിട്ടാട്ടോ അവൾക്ക് വെച്ചത്. പിന്നെ തലേന്ന് രാത്രി ഞാൻ തുണി കഴുകി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് രാവിലത്തെ ജോലിയൊന്ന് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തുണിയൊക്കെ കഴുകി അതൊന്ന് പിഴിഞ്ഞൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ഇതാകുമ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു വെയിലത്ത് അത്രയും തുണി ഉണങ്ങി കിട്ടും കേട്ടോ. ഋതുവിൻ്റെ തുണികളൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ കഴുകി വെക്കും. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കുറേ തുണികൾ കാണും കേട്ടോ. അതും ഋതുവിൻ്റെ മൂഡനുസരിച്ചിരിക്കും എനിക്ക് പകലുള്ള ജോലികളൊക്കെ. അത് ചില സമയത്ത് എനിക്ക് കഴുകാനും പറ്റിയെന്ന് വരില്ല. കാരണം ഋതു ഭയങ്കര നിർബന്ധമായിരിക്കും. അതുകൊണ്ട് രാത്രിയിലാകുമ്പോൾ അവൾ ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൊക്കെ ഞാൻ ഇരുന്ന് തുണി കഴുകാറുണ്ട് കേട്ടോ. 1 മണിക്ക്, 1:30, 2 മണിക്കൊക്കെ ഞാൻ തുണി കഴുകാറുണ്ട്. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഈ വട്ടാണെന്ന്. എന്നാലും വേണ്ടിയില്ല, നമുക്കുള്ള ജോലി അങ്ങ് തീരുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ തുണികളും കൂടെ കഴുകാനിട്ടതിന് ശേഷം ഋതുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഋതു ആകെ മൂട് മാറിയിരിക്കുകയാണേ. അമ്മേന്റെ ഋതുട്ടൻ എന്തിയേ? അമ്മേന്റെ ഋതുട്ടൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓടിവായോ. അമ്മേന്റെ ഋതുട്ടൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അമ്മേന്റെ ഋതുട്ടൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓരോ അടവുകളായിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രമേ ഇവള് ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ആകെ നിർബന്ധമൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ചില സമയത്താണെങ്കിൽ കുഴപ്പമില്ലാതെ കഴിക്കും. അല്ലെങ്കിൽ ആകെ നിർബന്ധവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഓരോന്ന് കാണിച്ചും കളിപ്പിച്ചും ഒക്കെയാണ് അവൾക്ക് ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്ത് അതിനുശേഷം പിന്നെ കുഞ്ഞിനും ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീനും എടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം കുളിച്ചിട്ട് വന്നിട്ടാട്ടോ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അരിയടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അരി. അപ്പോഴത്തേക്ക് ഋതു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ, ഉറങ്ങിക്കിടന്ന ആള്. ഉറങ്ങിപ്പന്നെ കിടന്ന് കുഞ്ഞിന് ഉറങ്ങണ്ടേ? കുഞ്ഞെന്താ ഉറങ്ങാത്തെ? അമ്മയോട് ഇറങ്ങി എഴുന്നേറ്റ് വന്ന ഉടനെ 10-15 മിനിറ്റ് അതിൽ കൂടുതലുള്ള ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അതിന് മുന്നേ ചാടി എഴുന്നേറ്റിരിപ്പുണ്ട്. ഉറക്കി കിടത്തിയിട്ട് ഞാനിങ്ങോട്ട് വന്ന് അരി വെന്തോന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ടേ. അങ്ങനെ ഇത് അരിയൊക്കെ അടച്ചിട്ടു. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അരിയടപ്പത്തിട്ടിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാട്ടോ പോയത്. വന്നപ്പോഴത്തേക്ക് എന്തായാലും വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കണം കേട്ടോ. കുറേ ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോരോ ജോലികളും തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ അമ്മയും ശാലും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ടീഷർട്ട് എന്ത് ചുരിദാറൊക്കെ ഇട്ട് എന്തേ വരുന്നില്ല. ഉറക്കപ്പിച്ചയിലായിരിക്കും. എന്നിട്ട് ഒന്ന് പാടി കുത്താനും പാടി കണ്ണല്ലേ. 2-3 ദിവസമായിട്ട് അവള് പെടുത്തു വരുന്നെ. ഒറ്റ മനുഷ്യന്റെ പോകുന്നില്ല, ചേട്ടന്റെ പോകുന്നില്ല.
ശാലുവിനെ പോവാതിരുന്നപ്പോഴേ ഒരു സന്തോഷമായി. അവളെ കണ്ടിട്ട് നീ അപ്പടെ പോയപ്പാ ഇത്ര പൊന്നു നീ ഏതാല്ലേ? നീ അമ്മത്തമ്മ പൊന്നുവാ നീ ഏതാ പൊന്നുവാ പൊന്നുവാടി നീ പൊടി ഒരു അടിയും കൊണ്ടു രണ്ട് വഴക്കങ്ങ് വഴക്ക് മുഖത്ത് മൊത്തം കീറി വെച്ചേക്കുന്നു. എനിക്ക് കഴിച്ചുകൂടമ്മ, വ്രതമല്ലേ. നീ എടുത്തിട്ട് ഒന്ന് ചേർത്ത് വെച്ചാല് എനിക്കോടൊന്നുമില്ലല്ലോ, ഞാനവിടെ തിന്നാൻ വരുന്നില്ലേ. ഇഡലി സാമ്പാർ ഇരിപ്പുണ്ടടി ഇവിടെ, എല്ലായിടത്തും ഇഡലി സാമ്പാർ. എന്റെ കണ്ണ് വരുവോ വരുവോ? മനസ്സില്ല. ഒപ്പം അങ്ങ് പോവും, ഇവിളിപ്പം അങ്ങ് പോവും. ഞാൻ കരുതി നിന്റെ അടുത്ത് വരത്തില്ലെന്ന്, കാരണം ഈ 2 ദിവസത്തെ ആ ഒരു ഇത് കണ്ടിട്ട്. ഞാൻ കൈ കെട്ടിപ്പോ വന്നു, ഞാൻ പിടിച്ചതല്ലോ കൈ കെട്ടിപ്പോ. ആണോ? ഞാനവിടെ ഡാൻസ് കളിക്കാം. അമ്മച്ചമ്മയുടെ പോകുന്നു, മേമ്മയുടെ നിൽക്കുന്നു. മേമ ഇപ്പൊ പറ്റിച്ചിട്ട് പോവും, ഞങ്ങളെ അവിടെ കാണും. ഇതൊക്കെ പെങ്കുച്ചിന്റെ കുർത്തം കെട്ടോളാ പാടി. എന്താ പൊന്നെ ആരാ? ഇതാരാ? അമ്മച്ചമ്മ എന്തി? എന്നാ അമ്മ എന്നാണ് മനസ്സിലായല്ലേ? അതെന്തുവാ വരുന്നോ? ഞാൻ വന്നില്ലാന്ന് പറയരുതല്ലോ. ശാലുവിൻ്റെ പോയിട്ട് ശാലുവിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഋതു പോകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് ആരുടെ കയ്യിൽ പോകുന്നില്ല. ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. നിന്റെ വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ അവിടെ വന്ന് പൊങ്കാല ഇടുമ്പോ ഇവള് ആറയിലിരിക്കും. അമ്മച്ചിയുടെ എന്തായാലും സമാധാനം, സന്തോഷം. നാളെ എങ്ങനെയാണോ മൂടെന്ന് അറിയത്തില്ല. ഇത് ഉറക്കപ്പിച്ചയിലായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഉറക്കപ്പിച്ചയിൽ ആരുടെ കയ്യിലും പോവാത്തയാണ്. ആര് പറഞ്ഞ അവളെ കൊണ്ട് നേരത്തെ തന്നെ ഞാൻ പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലെന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ അറക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ് കേട്ടോ. 6 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉത്സവം കാണാൻ വേണ്ടി പോകുന്നത് തന്നെ. അപ്പോൾ എനിക്ക് പൊങ്കാല ഉള്ളതുകൊണ്ടാട്ടോ നേരത്തെ പോകുന്നത്. കുഞ്ഞൻ വരുന്നില്ല, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. നല്ല രീതിയിൽ അതുണ്ട്. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ കറി വെക്കുന്നത്. അതാകുമ്പോൾ ആൾക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പം മീൻകറി ആക്കി വെക്കുന്നുണ്ട്. നീ ഏതാ? ഉറങ്ങിപ്പോയി. നീ ഏതാ? ഉറങ്ങിപ്പോയി. വരത്തില്ല. ഡിഡൂട്ടാ എന്ത് എന്ത് ഇത് നോക്കുക. പോക്കോണോന്ന് എന്റെ കണ്ണു മുമ്പിൽ നിന്ന് മക്കളെ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നത് തന്നെ ശാലു പോയി ഫോൺ എടുത്ത് വീഡിയോ കോൾ ചെയ്യും. അവൾക്ക് ഞാൻ എന്ത് താളം അടിച്ചാലും അവൾക്ക് താളം കേട്ടാ. എനിക്കറിയാം. ഉപ്പ് നോക്കാൻ അറിയാവോ? അടുക്കള പണി അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളാവോ? എനിക്ക് പൊങ്കാല ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വ്രതം നിൽക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ശാലുമായിട്ട് ഉപ്പ് നോക്കിയത്. അങ്ങനെ എന്താ ഇപ്പോഴത്തെ അടുപ്പിലോട്ട് മീൻ വറുക്കാനും കൂടെ വെക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടെ തല്ലിയിട്ട് കുറച്ച് മല്ലിയിലല്ലോ കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ ബീട്രൂട്ട് തോരനും കൂടെ ആക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തോരൻ വെച്ച് വെക്കുന്നുണ്ട്. അതാകുമ്പം കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുഞ്ഞിനെ പിന്നെ ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ കുഞ്ഞിനും ശാലുവിനും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും വ്രതമായിട്ടോ പൊങ്കാല ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ എൻ്റെ ഒരു ടോപ്പ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതും ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇത് ഓൾറെഡി ഞാൻ ഇടുന്ന ടോപ്പായിരുന്നു, പക്ഷെ എനിക്കിതിപ്പം ഭയങ്കര ലൂസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുമാതിരി കിടക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മ പിന്നെ കടല കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മീൻ കറിയും കടലക്കറിയും
പിന്നെ തോരനും മീൻ വറുത്തതും ഇരിപ്പുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് കേട്ടോ. മീൻ വറുത്തതും ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ചൂടാക്കി കഴിക്കാമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ കയറി കിടക്കുന്ന ഇത് എന്താ പറയാ തുറന്നങ്ങനെ ഇട്ടിരുന്നെങ്കിൽ പതിക്കാൻ ദോ കയറി നശിപ്പിക്കുന്നത്. അച്ഛ വീണ അന്ന് അച്ഛ അതിന്റെ മണ്ടയ്ക്ക് കൂടെ വീണ് കയറി ഇരുന്ന് അത് നശിച്ചിരിക്കും. ഇനി മോളും കൂടെ കയറിയിരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെതാ ഞാൻ പെട്ടെന്ന് ഒരുങ്ങാൻ പോയിട്ട് ഋതുവിന് ശാലു ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങാന്ന് കരുതി. ചോറിരിപ്പുണ്ട്, മീൻ വറുത്തത്, മീൻ കറി, കടലക്കറി ഇരിപ്പുണ്ട്. ചപ്പാത്തി മേടിച്ചിട്ട് ചപ്പാത്തി മേടിച്ചിട്ട് കൊടുക്ക്. നമ്മൾ ടാറ്റു അച്ഛ വരുന്നില്ല. ടാറ്റ പറയാനുള്ളത് കരിയോ ടാറ്റ പറയാൻ 50 GB സ്പേസ് ഉണ്ട്. വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം 6 വർഷമാകുന്നു. അത് 2-3 മാസമായപ്പോഴാണ് പോയി നിന്നത്. അത് കഴിഞ്ഞ് ഇത് വേറെ കുഞ്ഞിനായിട്ടല്ലാതെ വേറെ എവിടെയും പോയി നിന്നിട്ടുമില്ല, ആളെ പിരിഞ്ഞിരുന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ മേലാത്ത സങ്കടമുണ്ട്. ആളുടെ അടുത്ത് ഞാൻ നാളെയെങ്കിലും വരണേന്നും പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് പൊങ്കാല ഉള്ളതുകൊണ്ട് തന്നെ പോകാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഓട്ടോയിൽ കയറുന്നവരൊക്കെ ഞാൻ കരയാണ്ടൊക്കെ പിടിച്ച് നിന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഓട്ടോ എടുത്ത് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പുന്തലത്താഴത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് അടുത്ത ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനകത്ത് ചാടി പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും 3 ഇടത്തായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇരുന്നിടത്തുനിന്ന് ഒരു ചേച്ചി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയെ ഞാൻ ഇങ്ങ് വിളിച്ചു. ഋതുവിന് പാൽ കുടിക്കണമെങ്കിൽ പിന്നെ ഞാൻ അവിടെ വരെ പോകണ്ടേ, എടുത്തിട്ട് വരണം. അതുകൊണ്ട് അമ്മ അടുത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ ഋതുവിന് നല്ല ഉറക്കമുണ്ട്. ഋതുവിൻ്റെ ആദ്യത്തെ ബസ് യാത്രയാണേ. എനിക്കെന്താണെന്നറിയത്തില്ല, എനിക്ക് ബസ്സിൽ കയറിയിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ടേ ഇരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നെങ്കിൽ എനിക്കത് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മയൊക്കെ എന്നെ എപ്പിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. കുഴപ്പമില്ല, നാളെ കുഞ്ഞങ്ങ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്തിരുന്ന ഒരു ചേച്ചിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു സീറ്റിനകത്ത് ഇരുന്ന് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു എഴുന്നേറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നത് എവിടാ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അവൾക്ക് അവിടെ ഇരുത്തി ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 5-ലെത്തിയപ്പോഴത്തേക്ക് എനിക്കൊന്ന് 6-7 മണി അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരുമായിരുന്നു. ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേക്ക് ബസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തടിക്കേട്ടിലോട്ടുള്ള ബസ്സിലും കയറി. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ കൂന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഋതു. എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. വരുന്നവരും പോകുന്നവരും ഡാ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ആരെക്കടെങ്കിലും കയ്യിൽ നിന്ന് അടി മേടിച്ച് തരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. എത്തി കഴിയുമ്പോൾ ഋതുവിൻ്റെ സ്വഭാവം എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് നല്ലൊരു പേടിയുണ്ട്. അവിടെ വെച്ചിട്ട്, അതായത് നമ്മൾ കായംകുളത്ത് പോയപ്പോൾ ഒറ്റ മനുഷ്യൻ്റെ കയ്യിലും പോകുന്നില്ല. ആകെ ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നല്ലോ. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി ഏത് അവസ്ഥയാണോ എല്ലാവരെയും കൂടെ കാണുമ്പോഴത്തേക്കെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു. പിന്നെ മമ്മി വിളിച്ച് പറഞ്ഞായിരുന്നു വെറ്റ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെറ്റയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനങ്ങനെ കണ്ടതുപോലെ ഈ പെണ്ണെന്നെ പേടിപ്പിച്ചത് ഭ്രാന്തി.
ഓടിച്ചത്. കണ്ടിട്ടൊരു മൈൻഡൊന്നും ഇല്ല അല്ലേ? ഞാൻ പ്രാന്തി പോലെ എല്ലാവരും മുടി എവിടെ നിടി അതെന്നെ വെച്ചപ്പോ കൊല്ലാവോ? ഡിഡൂട്ടം പൂ വെച്ച് ആയി വെക്കില്ലടി. കന്ത കൊല്ലല്ലേ ചിരി പോലെ വന്നായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ പോകാൻ പോയോള്. കുറുമ്പേ കുറുമ്പല്ല കുരുമ്പ്. കിട്ടിയ ചള്ളക്ക് ഈ തള്ളാന്നല്ലേ നീ അടിയുണ്ടേ? എന്റെ കുഞ്ഞെല്ലാരും പരക്കം പുള്ളി നോക്കുന്നുണ്ട്. മാലിന്ന് വിടുന്നുണ്ട്. ചപ്പാത്തി കുഞ്ഞു കണ്ടോ? എന്താ എന്താ ഒരു ഉമ്മോട് അച്ചാക്ക് ഒരു ഉമ്മ കൊടുക്കും. ചിരിയുണ്ടല്ലേ? ഇനി ഉമ്മ വേണമെന്ന്. ഈ ഉമ്മ കൊടുക്കുവാണെന്ന് കുഞ്ഞ്. ഉമ്മന്ന് പറ കുഞ്ഞ്. ഉമ്മ എടുക്കണം. വെള്ളം അടിച്ചു മാറ്റി തിന്നുന്ന ശാലു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ മൂടാകെ മാറിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മമ്മിയുടെയിലും അമ്മച്ചമ്മയുടെയിലും പോയിട്ടുണ്ടായിരുന്നില്ല. മമ്മിയും അമ്മച്ചമ്മയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ട് ആളുടെയിൽ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ മമ്മിയും അമ്മയും നാളത്തേക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഋതുവിന് ഞാൻ പെട്ടെന്ന് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ സാവകാശം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾക്ക് ചോറും പിന്നെ എന്തായിരുന്നു മാങ്ങക്കറിയും പിന്നെ തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു. ഈ അച്ചാറിനകത്ത് കിടക്കുന്ന ഈ സ്പൂൺ കൊള്ളാം അല്ലേ? സംഭവം അടിപൊളിയാണ്. പോകുമ്പോൾ അടിച്ച് മാറ്റിക്കൊണ്ട് ചീരത്തോരൻ മാത്രമല്ല കാത്തോരനും ഉണ്ടായിരുന്നു. കാത്തോരൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നും, ചില സമയത്ത് എനിക്ക് കഴിക്കാനും തോന്നില്ല. പിന്നെ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് കറിക്ക് ഇച്ചിരി പുളി കൂടുതലായിരുന്നു. അതാണ് എൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം മാറി വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കൂടെ കുഴച്ച് നന്നായിട്ട് കഴിച്ചു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ചോറ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, സങ്കടം കൂടുമ്പോൾ എനിക്ക് വിശപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ നമുക്ക് അയൺ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം, സ്കേർട്ടും ടോപ്പും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ഓണത്തിന് ഞങ്ങൾ തയ്ച്ചതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇട്ടിട്ടില്ല. അങ്ങനെ അതൊന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഋതു മമ്മിയുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഋതുവിനെ ഉറക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റ.